നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു നെറ്റ് കോട്ട ചെക്ക് കോട്ട സാരിയുമേ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ഷാഡോ വർക്ക് അല്ലെങ്കിൽ ചിക്കൻകാരി വർക്ക് ഒക്കെ ചെയ്യുന്ന ആ ഒരു വർക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു സ്റ്റെം സ്റ്റിച്ച് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിച്ചും കൂടിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. നല്ല ഭംഗി ഉള്ള ഒരു ഡിസൈനാണ് കേട്ടോ അത്. വൈറ്റിൽ വരുമ്പോൾ ബ്ലൂവും വൈറ്റും വരുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കതൊന്ന് കാണാം കേട്ടോ. ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന നൂലുകൾ ഗ്രീൻ്റെ തന്നെ ഒരു ഡാർക്കും ലൈറ്റ് ആയിട്ടുള്ളതും പിന്നെ വൈറ്റ് ത്രെഡും വെച്ചിട്ടാണത് മൊത്തം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഡിസൈൻ ഞാൻ ചെയ്യുന്നത് നല്ല ഭാഗത്ത് തന്നെയാണ് വരച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ഇവിടെ സ്റ്റെമ്മായിട്ട് തിക്കിൽ തന്നെ വരാനാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇത് നമുക്കിപ്പോൾ ചിക്കൻ കറി ചെയ്യുമ്പോൾ ബാക്ക് സൈഡിൽ വരച്ചിട്ട് ഇവിടെ നമുക്ക് ചെയ്തെടുക്കാം. രണ്ട് തരത്തിലും ചെയ്യാം. ഇത് ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ചും ചെയ്യാവുന്നതാണ്. ഞാൻ ഫുൾ നിറയ്ക്കാനായിട്ട് സ്റ്റെം സ്റ്റിച്ച് വെച്ച് നിറയ്ക്കുമ്പോൾ ഞാൻ ചിക്കൻ കറി മാത്രം ആവണ്ട, ഒരു വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ എൻ്റെ സ്റ്റെമ്മൊക്കെ ഒന്ന് നന്നായി കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ സ്റ്റെം തുന്നുന്ന പോലെ തന്നെ തുന്നുക. ഈ സ്റ്റെമ്മ് തുന്നുന്നത് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് തുന്നണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ചിക്കൻ കറിയുടെ ഈ ഷാഡോ വർക്കിൻ്റെ ഒക്കെ പോലെ തന്നെ വരും. ഈ ഗ്രീൻ്റെ തന്നെ ലൈറ്റ് കളറുണ്ട്, അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് തന്നെ സ്റ്റെമ്മ് ചെയ്യുന്നതാണ് കേട്ടോ. ലീഫും അതുപോലെ തന്നെ ഫില്ല് ചെയ്യാം. വൈറ്റ് കളറ് ത്രെഡ് നമ്മൾ 6 സ്റ്റാൻഡ്സിന് എടുത്തിരിക്കുന്നത് കേട്ടോ. സ്റ്റെം ചെയ്യാനായിട്ട് 3 സ്റ്റാൻഡ്സ് ആയിരുന്നു. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ നല്ല സൈഡിലാണ് തുന്നുന്നത്. അപ്പോൾ ബാക്കിലാണ് ഹെറിംഗ് ബോൺ വരിക, തലപ്പിലാണ് വർക്ക്. പിന്നെ ചെസ്റ്റിൽ ഒരു വലിയ ഡിസൈനും പിന്നെ ഈ ഒരു കുഞ്ഞു ഡിസൈനും. പിന്നെ നമ്മൾ സാരി വയർ ചെയ്യുമ്പോൾ ഒരു കുത്തുന്ന ഭാഗത്തുനിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് റൈറ്റ് ലെഗിൻ്റെ ഭാഗത്തേക്ക് വരുന്നിടത്ത് ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ. തലപ്പിൽ തന്നെ 2 ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് പിന്നി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ലെഗിൻ്റെ ഭാഗത്തും വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നിറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുഞ്ഞു ഡിസൈൻ ഓരോ ഫ്ലീറ്റ്സിലും നമുക്ക് ചെയ്യാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, ചെയ്തെടുത്താൽ മതി. അത് ചിലർക്ക് അധികം വർക്ക് വരേണ്ടത് ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് നിറയെ വർക്ക് വരുമ്പോൾ അതാണ് ഇഷ്ടം. ശരിക്കും ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ നിറയെ വർക്ക് വരുന്നേക്കാളും ഭംഗി എനിക്കിഷ്ടം അധികം വർക്ക് വരാണ്ട്, ഒരുപാട് തിക്കായിട്ട് വർക്ക് വരാണ്ട് കാണുന്ന ഭാഗത്ത് മാത്രം വർക്ക് ചെയ്യാം. ഇതിന് ഡിസൈനായിട്ടുള്ള ബ്ലൗസ് ഈ ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ വരുന്ന തരത്തിലുള്ള ഡിസൈൻ ബ്ലൗസ് ഇട്ടാലും ഭംഗിയുണ്ടാവും, സെയിം കളർ ബ്ലൗസ് ഇട്ടാലും ഭംഗിയുണ്ടാവും. ഇപ്പോൾ എന്താണെന്നറിയോ, തുന്നുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് ത്രെഡ് എടുക്കുമ്പോൾ വരുന്ന പ്രശ്നമാണ്. അത്ര ലെങ്തി അല്ലാത്ത ത്രെഡ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്ര ഈ ത്രെഡ് ഇങ്ങനെ വലിക്കുമ്പോൾ ഉള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഫിനിഷ് ചെയ്തു. ഇനി നെക്സ്റ്റ് പെറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഇത് ഇവിടുന്ന്
ഇങ്ങനെ എടുക്കരുത്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ത്രെഡ് ഇങ്ങനെ ക്രോസ് ആയിട്ട് കാണുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. ഒന്നുകിൽ ഇവിടെ അവസാനിപ്പിക്കുക. അങ്ങനെ നമ്മൾ ഈ പെറ്റൽസ് ഫുള്ളും ഫിനിഷ് ചെയ്തിട്ട് സെൻറ്ററിൽ ഒരു 3 ബീഡ്സ് ഞാൻ വെച്ച് കൊടുക്കണം. ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ടാണത്. ഓക്കെ.